പ്രൈസ് ലോർഡ്. ക്രിസ്തുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവിന്റെ അകത്ത് തന്ന ഒരു വേദഭാഗം, എന്തോ ഒരു നിയോഗത്തോടെ നിങ്ങളോട് ഒന്ന് കൈമാറാൻ കർത്താവ് ഒരു നിയോഗം തന്നു. 46-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം പറയുന്നു, ദൈവം അതിന്റെ മധ്യേ ഉണ്ട്. നിങ്ങളുടെ മധ്യത്തിൽ കർത്താവുണ്ട്. എത്ര പേരിന്ന് ഉറപ്പായി വിശ്വസിക്കുന്നു, എന്റെ മധ്യത്തിൽ കർത്താവുണ്ട്, എന്റെ യാത്രകളിൽ കർത്താവുണ്ട്, എന്റെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ കർത്താവുണ്ട്, എന്റെ രോഗാവസ്ഥയിൽ കർത്താവുണ്ട്. ആഴമായി ഈ നമ്മൾക്ക് വചനത്തിൽ ഉറയ്ക്കുവാൻ, അല്ലെങ്കിൽ പ്രതികൂലത്തിൽ, പ്രതിസന്ധിയിൽ, തകർന്നു പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് സ്വയമായി ധൈര്യപ്പെടുവാൻ നമുക്ക് ദൈവം നൽകുന്ന ഒരു ദൈവശബ്ദമാണ് ഈ വചനം. അവിടെ പറഞ്ഞു, ദൈവം അതിന്റെ മധ്യമുണ്ട്. ഏത് വലിയ പ്രശ്നമാണെങ്കിലും അതിന്റെ മധ്യത്തിൽ കർത്താവുണ്ട്. അതുകൊണ്ട് എന്താ, ദൈവം മധ്യത്തിൽ ഉള്ളത് കുലുങ്ങി പോകത്തില്ല. കുലുങ്ങുന്ന സാഹചര്യം, വീഴുന്ന സാഹചര്യം, താഴെ പോകുന്ന, അടിസ്ഥാനം മറിഞ്ഞു പോകുന്ന സാഹചര്യം ഒക്കെ വന്നാലും പറയാ, കർത്താവ് മധ്യത്തിലുള്ളത് വീണു പോകത്തില്ല, കുലുങ്ങി പോകത്തില്ല. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ആത്മാവിൽ ധൈര്യപ്പെടണം. ഈ വചനം പറഞ്ഞ് നിങ്ങൾ ധൈര്യപ്പെടുക. ദൈവം എന്റെ മധ്യത്തിലുണ്ട്, എന്റെ കുടുംബത്തിന്റെ മധ്യത്തിലുണ്ട്, എന്റെ തലമുറകളുടെ മധ്യത്തിലുണ്ട്. ഞാൻ അഭിമുഖീകരിക്കുന്ന, ഞാൻ ഫേസ് ചെയ്യുന്ന, ഞാൻ കഷ്ടം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത, ഞാൻ ഏകാന്തത അനുഭവിക്കുന്ന, ഞാൻ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ന് നിങ്ങൾ പറയുക, ദൈവം അതിന്റെ മധ്യത്തിലുണ്ട്. എന്തോ ഇന്ന് ഒറ്റപ്പെടിയിൽ അനുഭവിക്കുന്ന ആരോട് പരിശുദ്ധാത്മാവ് ശക്തമായി ദൂതിലൂടെ ഇടപെടുകയാണ്. നിങ്ങൾ ആത്മാവിൽ ബലപ്പെടുക. ദൈവം നിങ്ങളുടെ മധ്യത്തിലുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ, അധികാലത്തെ നിങ്ങൾക്ക് സംസാരിക്കുവാൻ, അധികാലത്തെ നിങ്ങളെ സഹായിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾ ആത്മാവിൽ ഈ പദം പറഞ്ഞ് ധൈര്യപ്പെടണം. നീ തകർന്നു പോകുമെന്ന് പിശാച് പറയുമ്പോൾ ആത്മാവിൽ നിങ്ങൾ പറയുക, ഇല്ല, ഞാൻ കുലുങ്ങി പോകത്തില്ല. നീ വീണു എന്ന് പിശാച് പറയുമ്പോൾ നിങ്ങൾ പറയുക, ഇല്ല, ഞാൻ വീണു പോകത്തില്ല. ദൈവം എന്നെ സഹായിക്കുവാൻ, അധികാലത്തെ എന്നെ സഹായിക്കുവാൻ, അധികാലത്തെ എന്നെ സഹായിക്കുവാൻ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ പ്രാരംഭത്തിൽ തന്നെ പറയുന്നു, യഹോവയുടെ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. അവൻ ഏറ്റവും അടുത്തൊരാള്, നമുക്ക് ഏറ്റവും അടുത്തിരിക്കുവാൻ, നമ്മളോട് ചേർന്നിരിക്കുവാൻ, ഒരുപക്ഷെ ആർക്കും നമ്മളോട് അത്രത്തോളം അടുത്തിരിക്കുവാൻ കഴിയത്തില്ല. പക്ഷെ ഇവിടെ പറയാ, കർത്താവിന് ഏറ്റവും, സങ്കീർത്തനക്കാരൻ പറയാണ്, അവൻ ഏറ്റവും അടുത്ത തുണയാ. അതുകൊണ്ട് പർവ്വതങ്ങൾ മാറിപ്പോയാലും, ഭൂമി കുലുങ്ങി, സമുദ്രം മധ്യ വീണാലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം എന്നെ സഹായിക്കുവാൻ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ക്ഷീണത്തോടെ, ഭാരത്തോടെ, നിരാശയോടെ ആരെങ്കിലും ഇന്ന് ആയിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും. ദൈവം നിങ്ങളുടെ മധ്യയുണ്ട്. നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്ന മേഖലയെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയാ, ദൈവം എന്റെ മധ്യത്തിൽ ഉണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനത്തിൽ ധൈര്യപ്പെടുക. ആമേൻ. ഗോഡ് ബ്ലെസ് യു.